ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചമ്മന്തിയുമായിട്ടാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ചമ്മന്തിയാണ്, നമ്മളതിനെ സൗത്ത് ഇന്ത്യൻ ചമ്മന്തിയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഈസിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ചമ്മന്തി കേട്ടോ. നല്ല എന്താ പറയുക, പറയാൻ വാക്കുകളില്ല. മോൻ നിലത്തുനിന്നൊക്കെ എടുത്ത് കഴിക്കാം കേട്ടോ, അത്ര ടേസ്റ്റാണ്. അപ്പോൾ നല്ല എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര ഈസി ആയിരുന്നു, ഇത്ര രുചികരമായൊരു ചമ്മന്തി എന്ന്. അപ്പോൾ പോവാം നമ്മുടെ വീഡിയോയിലേക്ക്. നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ആ സമയം നമ്മൾ ഈ വറ്റൽമുളകാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് മുളക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. മുളക് പെട്ടെന്ന് മൂത്ത് വരുമല്ലോ. ഇതൊരു നോർത്ത് ഇന്ത്യൻ ചമ്മന്തി കേട്ടോ. ഈ ചമ്മന്തി അവർ നമ്മുടെ കടുകെണ്ണയിലൊക്കെ ഉണ്ടാക്കുന്ന കടുകെണ്ണയുടെ ടേസ്റ്റ് നമുക്കത്ര സുഖമല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ മുളക് ചേർത്തോളൂ കേട്ടോ. അതാ നമ്മുടെ മുളക് തയ്യാറായിട്ട് നമുക്കതിന് കോരി എടുക്കാം. വെളിച്ചെണ്ണയിൽ നമ്മുടെ വറ്റൽമുളക് മൂത്ത് വരുന്നത് നല്ല മണമല്ലേ. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റ് വരണം. ഇതാ വെളുത്തുള്ളി ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഒരു ചെറിയ സവാള കനം കുറഞ്ഞ് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ട്. നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരണം കേട്ടോ, ഒന്ന് തണുത്ത് വരട്ടെ. അപ്പം നമ്മുടെ ചമ്മന്തി ഇടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ വറ്റൽമുളക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും സവാളയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു തണ്ട് കറിവേപ്പിലയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഉള്ളി വഴറ്റാൻ വേണ്ടി ഉപ്പൊന്നും ഇട്ടിട്ടില്ല, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പുളിപ്പിന് വേണ്ടിയിട്ട് ഒരു മുറി നാരങ്ങ കൂടി, നാരങ്ങയുടെ അരി വീഴരുത് കേട്ടോ, അരി വീണ് കഴിഞ്ഞാൽ കഴിക്കും, അല്ലാതെ നമ്മൾ അതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഇനി നമ്മൾ നന്നായിട്ട് ഇടിച്ചെടുക്കുകയാണ് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഉടഞ്ഞ് എല്ലാ മുളകൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഒന്ന് ചതച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് പിന്നെ നമ്മൾ പിന്നെ ആട്ടുകല്ലില്ലേ, പണ്ടത്തെ ആട്ടുകല്ലിലൊക്കെ ഒന്ന് ആട്ടുന്ന പോലെ ആക്കി കഴിഞ്ഞാൽ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് അരഞ്ഞ് വരും കേട്ടോ. നല്ല മണം കേട്ടോ. നമ്മുടെ വെളുത്തുള്ളിയുടെയും സവാളയും നാരങ്ങാനീരും നമ്മുടെ എണ്ണയിൽ വറുത്ത മുളകും എല്ലാം കൂടി നല്ല മണമാണ് കേട്ടോ. നമ്മുടെ എല്ലാം ഒന്ന് അരഞ്ഞ് വന്നിട്ട് നമുക്ക് ഉപ്പ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. ഉപ്പൊക്കെ ശരിയാ, നല്ല ടേസ്റ്റ് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ്, അത് പറയാൻ പറ്റുന്നില്ല കേട്ടോ. കൊള്ളാം, ടേസ്റ്റ് നോക്കടാ. എൻ്റെ മോനായിട്ടോ ടേസ്റ്റോ അങ്ങനെയുണ്ട്. കൊള്ളാം കൊള്ളാം, അടിപൊളിയല്ലേ. ചൂട് ചോറിനകത്തോട്ട് കഴിക്കാൻ. നാരങ്ങയുടെ രുചിയ തോന്നാം. നാരങ്ങയുടെ അല്ലേ, നാരങ്ങയുടെ പുളിപ്പ് വേണം. ഇത് കേട്ടോ, ഇത് നോക്കിയേ എന്ത് രസമുണ്ടല്ലേ, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു നോർത്ത് ഇന്ത്യൻ ചമ്മന്തി കേട്ടോ. അത് വെളിച്ചെണ്ണ ചേർത്ത് വെച്ചപ്പോൾ നമ്മുടെ ചമ്മന്തി ആയിട്ടുണ്ട്. ഇതേ നോക്കിയേ, നല്ല ചമ്മന്തി ആയിട്ടുണ്ട് കേട്ടോ. ചൂട് ചോറിനപ്പോൾ ഒരു പപ്പടം പൊള്ളിച്ചതൊക്കെ ആയിട്ട് അങ്ങോട്ട് കഴിക്കണം. അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ. അപ്പോൾ എല്ലാവരും ഇതിന് ട്രൈ ചെയ്ത് നോക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റിൽ നമ്മുടെ ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ, പൊതിച്ചോറിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.